നമസ്കാരം, ഞാൻ ഡോക്ടർ അരുണുമൻ, ന്യൂറോ സർജനാണ്. ചില ആൾക്കാർക്ക് മുഖത്തിൻ്റെ ഒരു ഭാഗത്ത് വളരെ കഠിനമായ വേദന അനുഭവപ്പെടാറുണ്ട്. അത് പെട്ടെന്ന് പോകുന്ന ഒരു രീതിയാണ്. ഇതിനെയാണ് നമ്മൾ ട്രൈജെമിനൽ ന്യൂറാൾജി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ തലച്ചോറിലെ ട്രൈജെമിനൽ നാഡിക്ക് വരുന്ന ഒരു പ്രശ്നമാണിത്. ട്രൈജെമിനൽ നാഡിയിൽ നീര് വെക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രകോപിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ട്രൈജെമിനൽ ന്യൂറാൾജിയ. ഇത്തരം വേദന വളരെ കഠിനമാണെന്നും ഈ അനുഭവിക്കുന്ന ആൾക്കാരെ പറയുന്നത് ഇതുപോലത്തെ ഒരു കഠിനമായ വേദന അവർ അനുഭവിച്ചിട്ടില്ല എന്നും പറയാറുണ്ട്. പലപ്പോഴും ഈ ഒരു വേദനയുടെ കഠിനം കാരണം ചിലപ്പോൾ ആത്മഹത്യ വരെ ചെയ്യാൻ തോന്നിയിട്ടുണ്ടെന്നൊക്കെ പലരും പറയാറുണ്ട്. അപ്പോൾ എന്താണ് ട്രൈജെമിനൽ ന്യൂറാൾജിയ, അത് എന്തുകൊണ്ടുണ്ടാകുന്നു, അതിൻ്റെ ചികിത്സ രീതികൾ എന്തൊക്കെയാണ്? നമ്മുടെ നമ്മുടെ ഒരു ഭാഗത്ത് രണ്ട് ട്രൈജെമിനൽ നാഡിയാണ് നമ്മുടെ ശരീരത്തുള്ളത്. അത് മുഖത്തിൻ്റെ ഓരോ ഭാഗത്തും ആണ് അതിനെ സപ്ലൈ ചെയ്യുന്നത്. അതിന് 3 ബ്രാഞ്ചസ് ഉണ്ട്. അതിൻ്റെ ഒരു ബ്രാഞ്ച് ഒഫ്താലിം ബ്രാഞ്ച് നമ്മുടെ നെറ്റിയുടെ ഭാഗം സപ്ലൈ ചെയ്യും. മറ്റൊരു ബ്രാഞ്ച് നമ്മുടെ കണ്ണിൻ്റെയും ചുണ്ടിൻ്റെ ഇടയിലുള്ള ഭാഗം സപ്ലൈ ചെയ്യും. മൂന്നാമത്തെ ഭാഗം നമ്മുടെ ചുണ്ടിൻ്റെ താഴെയുള്ള കഴുത്തിൻ്റെ മുകളിലുള്ള ഭാഗവും സപ്ലൈ ചെയ്യും. ചിലപ്പം ഈ 3 ബ്രാഞ്ചസിനും ഒരേപോലെ വേദന വരാം, അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു ബ്രാഞ്ചിനായിരിക്കും വേദന വരുന്നത്. അത് ഓരോ രോഗിക്കും ഓരോ രീതിയാണ്. അപ്പം ട്രൈജെമിനൽ നാഡിക്ക് എന്തെങ്കിലും പ്രകോപനം വരുമ്പോഴാണ് ഇതുണ്ടാകുന്നത്. സാധാരണയായി ട്രൈജെമിനൽ നാഡിയിൽ തലച്ചോറിൻ്റെ ഉള്ളിൽ ട്രൈജെമിനൽ നാഡി പോകുന്നതിൻ്റെ കൂടെ തന്നെ ഏതെങ്കിലും രക്തക്കുഴൽ അതിനെ തൊട്ടിട്ട് നമ്മുടെ ഹൃദയത്തുടിപ്പ് അനുസരിച്ച് ഇങ്ങനെ ഓരോ തവണ ഇങ്ങനെ പൾസേറ്റ് ചെയ്യുമ്പം അങ്ങനെയായിരിക്കും മിക്കവാറും ഇങ്ങനത്തെ ഒരു പ്രശ്നം വരാറുള്ളത്. അതിനെ മൈക്രോവാസ്കുലർ ഇൻസൾട്ട് എന്ന് പറയും. അതായത് ഞരമ്പും രക്തക്കുഴലും ഒരുമിച്ച് വന്ന് ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം. അപ്പം പലപ്പോഴും ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് വേദന തുടങ്ങുന്നതിൻ്റെ പല കാരണം എന്ന് വെച്ചാൽ ഒന്നുകിൽ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കാം, അല്ലെങ്കിൽ തണുത്ത ഐസ്ക്രീം പോലെ എന്തെങ്കിലും കഴിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ചിലവർ പറയും വെറുതെ ഒരു ഫാൻ അടിച്ചാൽ മതി, ആ കാറ്റടിക്കുമ്പോൾ പെട്ടെന്ന് ആ വേദന വരുമെന്ന് പറയാം. ചിലവർ വെറുതെ ചിരിക്കുന്ന ഇടയിൽ അങ്ങനെ വരാം. വരുമ്പോൾ പെട്ടെന്ന് ലാൻസിനേറ്റിംഗ് പെയിൻ എന്ന് പറയും. അതായത് പെട്ടെന്ന് വന്ന് വളരെ കഠിനമായിട്ട് ഒരു ഷൂട്ട് ചെയ്യുന്ന പോലെ ഭയങ്കരമായിട്ട് ആ ഒരു ഏരിയയിലായിട്ട് വന്ന് പെയിൻ വന്ന് ഒട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു പെയിൻ കുറച്ച് കഴിയുമ്പോൾ അത് തന്നെ പോകും. ചില ആൾക്കാർക്ക് അത് കുറേ നേരം നിൽക്കും, ചിലർക്ക് അത് വന്നിട്ട് പെട്ടെന്ന് പോകും. അപ്പോൾ ഇതാണ് ട്രൈജെമിനൽ ന്യൂറാൾജിയ. ഇതിൻ്റെ കാരണം പറഞ്ഞു വെച്ചാൽ മിക്കവാറും അതിനൊരു രക്തക്കുഴൽ ഇതിനെ പ്രകോപിക്കുന്നതുകൊണ്ടായിരിക്കാം മിക്കവാറും ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതൊരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ്. പേഷ്യൻ്റ് ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഇത് ട്രൈജെമിനൽ ന്യൂറാൾജി നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അത് കൺഫേം ചെയ്യണമെങ്കിൽ നമുക്ക് MRI വഴി കൺഫേം ചെയ്യാം. അപ്പം നമ്മൾ നോക്കുമ്പം ഈ രക്തക്കുഴലിലും ഞരമ്പ് തൊട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ചികിത്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂരിഭാഗം ആൾക്കാർക്കും മെഡിസിനിലോണ്ട് മാത്രമാണ് ചികിത്സിക്കുന്നത്. അത് 1, 2, 3 മെഡിസിൻസ് മാറി ടൈട്രേറ്റ് ചെയ്ത് കൊടുക്കാം. അത് മരുന്ന് കൊടുക്കുന്നവർക്ക് ഉടനെ അതിന് കൺട്രോൾ വരണമെന്നില്ല. പതുക്കെ ഡോസ് കൂട്ടി കുറച്ച് കഴിയുമ്പോഴൊക്കെ ആയിരിക്കും അതിന് കൺട്രോൾ വരുന്നത്. പലതവണ ഡോക്ടർമാരെ കാണേണ്ടി വന്നേക്കാം. ഇതിന് കൂടാതെ മറ്റൊരു ചികിത്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞരമ്പയിൽ ഡയറക്റ്റായിട്ട് ഫീനോൾ അല്ലെങ്കിൽ അബ്സോല്യൂട്ട് ആൽക്കഹോൾ ഇഞ്ചെക്ട് ചെയ്യുന്നത്. അത് അധികം പേരൊന്നും ഇപ്പം ചെയ്യാറില്ല, പക്ഷേ ആ ഒരു ചികിത്സ രീതിയും ഉണ്ട്. ഇതൊന്നും വർക്ക് ചെയ്തില്ലെങ്കിൽ അടുത്ത ചികിത്സ രീതിയാണ് ശസ്ത്രക്രിയ. അതായത് മൈക്രോ വാസ്കുലർ ഡീകംപ്രഷൻ. അതായത് അതൊരു കീഹോൾ സർജറിയാണ്. അത് നമ്മുടെ തലച്ചോറ് ഉള്ളിലേക്ക് ചെന്ന് ഈ ഞരമ്പിനെ പ്രകോപിക്കുന്ന രക്തക്കുഴലിനെ ഞരമ്പിൽ നിന്ന് മാറ്റി അതിൻ്റെ ഇടയ്ക്ക് ഒരു ടെഫ്ലോൺ കോട്ട് വെച്ച് പിന്നെ രക്തക്കുഴലിനെ ഒരിക്കലും ഞരമ്പിനെ പ്രകോപിക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കി വെക്കുക. അതിനെയാണ് മൈക്രോ വാസ്കുലർ ഡീകംപ്രഷൻ എന്ന് പറയുന്നത്. അപ്പം ട്രൈജെമിനൽ ന്യൂറാൾജി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു അസുഖമാണ്. അതിൻ്റെ വേദന വളരെ കഠിനമാണ്. പക്ഷേ അതൊരിക്കലും ജീവിതത്തിൽ അപകടം ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമൊന്നുമല്ല. കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്ത് കറക്റ്റായിട്ട് ചികിത്സിച്ചാൽ അതിനെ നമുക്ക് നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും.